സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. ജനകീയ പ്രഖ്യാപനങ്ങളുമായി വി ഡി സതീശന്റെ ആദ്യ ബജറ്റ്. വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഭൂപരിഷ്കരണം 2 നടപ്പാക്കും. കടൽത്തീര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മിഷൻ സമുദ്ര പദ്ധതി. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. സർക്കാർ ജീവനക്കാരുടെ DA, DR മുടക്കം കൂടാതെ നൽകും. മെഡിസെപ് പരിഷ്കരിക്കും. NPS സംവിധാനം പരിഷ്കരിക്കും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തി. വനിതാ കർഷക വികസനത്തിനായി പ്രത്യേക പരിപാടി. മലയോര മേഖലയിൽ ബഹുവിള കൃഷി രീതി പ്രോത്സാഹിപ്പിക്കും. പാലിന്റെ പ്രതിദിന ഉൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്തും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡൻസ് ഡിസ്ട്രിക്ട് ആപ്പ്. സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകി ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങും. ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ പദ്ധതി ആവിഷ്കരിക്കും. യുവജനങ്ങൾക്കായി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക തീർക്കും. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. ലഹരി വസ്തുക്കൾ തിരിച്ചറിയാൻ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം പദ്ധതി. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ്. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി. കോഴിക്കോട് MT വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക്. തൃശൂരിൽ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ മ്യൂസിക് അക്കാദമി. എറണാകുളത്ത് നടൻ സലീം കുമാറിന് സ്മാരകം. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. സർക്കാരിനെ അഭിനന്ദിച്ച് മോഹൻലാൽ. ബജറ്റിൽ ഉയർന്നു വരുന്നത് വൻകിട കോർപ്പറേറ്റ് താൽപര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ്. തീരമേഖല സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുകയാണോ എന്ന ആശങ്കയെന്ന് പിണറായി. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിക്കൊടുക്കുന്നുവെന്ന് വിമർശനം. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിയതിൽ സന്തോഷമെന്ന് ജോസ് കെ മാണി. രാജ്യത്ത് ടെലഗ്രാം നിയന്ത്രണം തുടരും. നിയന്ത്രണം ഡൽഹി കോടതി ശരിവെച്ചു. താൽക്കാലിക വിലക്ക് തിങ്കളാഴ്ച വരെ. നടപടി നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ. മാസപ്പടി കേസിൽ EDയുടെ നിർണായക നീക്കം. വീണ വിജയന്റെ തിരുവനന്തപുരത്തെ ബാങ്ക് ലോക്കറിൽ പരിശോധന വീണയുടെ സാന്നിധ്യത്തിൽ. ബാങ്കിന് മുന്നിൽ അതീവ സുരക്ഷ. പരിശോധന തുടരന്വേഷണത്തിന്റെ ഭാഗമായി. ഹോർമുസ് സാധാരണ നിലയിലേക്ക്. മൈനുകൾ ഇറാൻ നീക്കി തുടങ്ങി. ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധം നീക്കി അമേരിക്ക. വ്യവസ്ഥകൾ ലംഘിച്ചാൽ കർശന നടപടിയെന്ന് ഇറാൻ. ലോകകപ്പിൽ സ്കോട്ട്ലൻഡ് മൊറോക്ക പോരാട്ടം. മത്സരം പുലർച്ചെ 3:30. ഗ്രൂപ്പ് സിയിൽ അമേരിക്ക ഓസ്ട്രേലിയയെ നേരിടും. തുർക്കിക്ക് എതിരാളികൾ പാരഗ്വേ.